നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സാധാ ഞണ്ട് കറിയോ ഞണ്ട് റോസ്റ്റോ ഒന്നുമല്ല, കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. കുറച്ച് ഗ്രേവി ടൈപ്പ് സംഭവമാണ്, അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. സത്യം പറഞ്ഞാൽ തള്ളി മറിക്കൊന്നല്ല, ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര കൊളായി പോയി എന്ന് കരുതിയ റെസിപ്പി. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റിൽ എക്സാക്ട് ഞണ്ടിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സീ ഫുഡ് ഐറ്റംസിൽ ഞങ്ങളൊക്കെ ഫേവറേറ്റ് ഞണ്ടാണ്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ ചൂടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളവർ എന്തായാലും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. നമ്മൾ 4 ചീരുള്ളി, നമ്മൾ വെളുത്തുള്ളി തൊലി കളയാണ്ട് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള നമ്മളെ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ പച്ചമുളക്. ഇത് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 3-4 എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എരിവില്ലാത്തതാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ എരിവിൻ്റെ മെയിൻ ഏജൻറ്റ് പച്ചമുളകാണ്. ഇനിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിങ്ങനെ എണ്ണയിൽ വറുത്തിട്ട് വെക്കുമ്പോൾ അതിന് നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇവിടെ തന്നെ ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. അതിന് ശേഷം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ കുറച്ചധികം ഗ്രേവി ആവശ്യമുണ്ട്. പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ലോണം കഴിക്കാൻ പോകുന്ന സാധനം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രിക്കൊക്കെ ഉണ്ടാക്കുകയാണ്. എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന റെസിപ്പി ഇതൊന്നുമല്ല, അത് അടിപൊളിയാണ്. അതിലും അടിപൊളിയായി വന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് പോകെ മനസ്സിലാകും. അപ്പം നമുക്കിനി ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു 2 വലിയ തക്കാളി കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ വലിയ ഉള്ളി ഒരു 3, 4, 5 ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രയും ഞണ്ട് വേണം. നമ്മളിതൊരു 1/4 കിലോനോളം ഞണ്ടാണ് ഇപ്പോൾ കുക്ക് ചെയ്യാനുള്ളത്. ആകെ 1.5 കിലോനാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഞണ്ട് കഴിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ തപ്പി പിടിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓവറായിട്ട് നല്ല വാടി കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ അതിനൊരു എണ്ണയുടെ ഫ്ലേവറൊക്കെ വരും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഞണ്ട് തപ്പിപ്പിടിച്ച് കിട്ടിയിട്ടുള്ള വലിയ ഞണ്ട് തന്നെയാണ് കേട്ടോ. ഇതിന് മുമ്പൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴൊക്കെ നമുക്ക് ചെറുത് കിട്ടിയിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് തന്നെ വാങ്ങിയിട്ടില്ലായിരുന്നു. അതിൽ മീറ്റൊന്നും അധികം ഉണ്ടാവില്ല വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ 2 ഭാഗമാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉമ്മാൻ്റെ റെസിപ്പി വെക്കാനും, ഇതിപ്പോൾ വെക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓരോ സത്യങ്ങൾ ഇങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ മുളകും പൊടി ഇല്ല, അതേപോലെ തന്നെ കറി ലീവ്സ് ഇല്ല, അങ്ങനെ കുറേ സംഭവങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേറൊരു റെസിപ്പി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് പെരിഞ്ജീരകപ്പൊടിയൊക്കെ നമ്മൾ ഇതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 50-50 ആക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നാടൻ മഞ്ഞൾപ്പൊടി ആയതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ഇട്ട് കൊടുത്തത്. നിങ്ങൾ പാക്കറ്റ് പൊടി ആണെങ്കിൽ അതിലേറെ ഇട്ട് കൊടുത്തത്. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും എരിവിൻ്റെ ഒരു ഏജൻറ്റാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് എരിവിന് ഇതിൽ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കരുതും ഇനി ബാക്കിയുള്ള പൊടികളൊക്കെ എപ്പോഴാണ് വരികയെന്ന്. സത്യം പറഞ്ഞാൽ നമ്മളെ പൊടികളൊക്കെ മതി, ഇത്രയും നമ്മൾ ഇതിൽ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത ഞണ്ട് കഴുകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുറേ നേരം വെള്ളത്തിലിട്ട് നമ്മൾ കഴുകാൻ നിൽക്കരുത്. കാരണം ആ ഒരു ഞണ്ടിൻ്റെ മീറ്റ് വെള്ളമായിട്ട് പോകുന്നതാണ് കേട്ടോ പറയൽ. നമുക്കറിയില്ല, അങ്ങനെ പറഞ്ഞ് കേൾക്കാം. അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം വാഷ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികൾ അത്രയേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടേണ്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് അധികം ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ കുറച്ചധികം ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഈ എത്രയും പൊടികൾ ഇട്ടത് രസം ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവില്ലേ. പക്ഷെ അടിപൊളിയായിരുന്നു. ഞണ്ടിൻ്റെ എക്സാക്ട് ഫ്ലേവറിൽ ഞണ്ട് അതേപോലെ തന്നെ സീ ഫുഡുകളൊക്കെ നല്ല അതിൻ്റെ ഫ്ലേവറിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞു പൊടിക്കൈകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മളിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പീസുള്ളതൊക്കെ ചെറുത് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാവരും ഉള്ളൊരു ദിവസമാണ് ഇത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാവിഷായിട്ട് കഴിക്കണമെങ്കിൽ ചെറുതായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് കുറേ കഴിച്ചു എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പോൾ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ നമ്മളിതൊരു ടേസ്റ്റുമില്ലോ എന്തത് ഉപ്പും മുളകൊന്നും ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഞാനും ഇത് കഴിക്കുന്നത് വരെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അതുപോലെ തന്നെ കഴിച്ചു കഴിഞ്ഞ ഒരാളും ഇതിനെ മോശം പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല ഇൻട്രസ്റ്റോടെ തന്നെ കഴിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ തന്നെ നമ്മളെ പാത്രമൊക്കെ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വെള്ളം ഒഴിച്ചതല്ലേ, ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് റോസ്റ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കാണ്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ സീക്രട്ടായിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഒരു പ്രാവശ്യം ചേർത്തതാണെങ്കിലും പച്ചമുളക് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കുന്നത് അടിപൊളിയാണ്. കാരണം അതിനൊരു വേറെ ഫ്ലേവർ വരും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കുന്നൊരു ഞണ്ട് ഐറ്റം ആയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ പക്കയാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അടിപൊളിയായിരിക്കും ഞാൻ 100% ഉറപ്പ് തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ചൊക്കെ ഗ്രേവി വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കുക്ക് ചെയ്താൽ ഉപ്പും പുളിയൊക്കെ നല്ലോണം മീറ്റിൽ പിടിക്കുകയും ചെയ്തേക്കും. അപ്പോൾ നമ്മൾ ഇതിനിങ്ങനെ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം കുക്ക് ചെയ്ത് ഓഫാക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റ് കം ഗ്രേവി അങ്ങനെയൊക്കെ പറയാവുന്നൊരായിട്ടാണ്. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി കേട്ടോ. അപ്പം ഞണ്ട് കിട്ടുമ്പോൾ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ. സാധാ റോസ്റ്റിൽ നിന്നും കറിയിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായിക്കോട്ടെ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഞണ്ട് കറിയുടെ കറക്റ്റായിട്ടുള്ള ഫീഡ്ബാക്കൊക്കെ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിലുണ്ട് കേട്ടോ. എന്തായാലും അത് കാണണേ. അപ്പോൾ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആരുടെയൊക്കെ ഫേവറേറ്റ് സീ ഫുഡായിട്ടാണ് ഞണ്ടെന്നൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വേണ്ടിയിട്ട് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു പറയിച്ച മാതിരി ഉണ്ട് ഞങ്ങളെ. ഇപ്പോൾ മക്കൾക്കൊന്നും കൊതി കിട്ടാണ്ടിരിക്കാൻ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കഴിച്ചു കേട്ടോ. റൈസും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കറി ഉണ്ടായിട്ട് ആരും കൂട്ടിയില്ല കേട്ടോ. അപ്പം സത്യം പറയാലോ, ഞാൻ ഇന്നെ പൊക്കുമെന്നല്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ.